ഈ പർദ്ദ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ല അമ്മ പെങ്ങന്മാര് നല്ല വിശുദ്ധിയോടുകൂടി ധരിക്കുന്ന ഒരു വസ്ത്രമാണ്. അത് ഇവളെ പോലുള്ളവർക്ക് ധരിക്കാൻ പോലും യോഗ്യതയില്ല. ഇവളെ പോലുള്ളവര് ആ വസ്ത്രം ഉപയോഗിക്കുന്നത് ഒരു തെറ്റ് ചെയ്തതിന് ശേഷം അത് മറയ്ക്കുന്ന ഒരു മറയായിട്ടാണ് അവൾ യൂസ് ചെയ്യുന്നത്. അവളുടെ മറ്റുള്ള റീൽസിലൊന്നും അവൾ അങ്ങനൊന്നും അല്ലല്ലോ നടക്കുന്നതും പിടിക്കുന്നതൊന്നും അങ്ങനൊന്നും അല്ലല്ലോ. ഇപ്പൊ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് അവൾക്ക് അത് അവൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ മതത്തിന്റെയോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നുമില്ല, ഒന്ന് കളങ്കപ്പെടുത്തുന്ന രീതിയിലല്ല ആ വസ്ത്രത്തെ അവൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അവളുടെ തെറ്റ് മറയ്ക്കാനായിട്ട് അവളെ അത്രയും പ്രൊജക്ട് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടി. അവളെ ഇനി ആരാണ് അറിയാത്തത്? എല്ലായിടത്തും അവളുടെ ഫോട്ടോയും വെച്ച് അവളുടെ ന്യൂസും റീലും വെച്ച് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ മലയാളികൾ ഏത് ദിശയിലുണ്ടാവും മലയാളികൾ മൊത്തം അവളെ മനസ്സിലാക്കുകയും വെറുക്കുകയും അറക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഇവള് മാസ്കും വെച്ച് പർദ്ദയിട്ട് മുഖംമൂടി കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളെ മനസ്സിലാക്കാണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവളുടെയൊക്കെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയാണ്. ചുമ്മാ യൂട്യൂബിൽ കയറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗൂഗിളിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ഇവളുടെ പേര് അത്രത്തോളം ഇവര് കിംബദന്തി എന്ന് പറയത്തില്ല, അതുപോലെ അവള് ഫേമസ് ആയിരിക്കുക. അപ്പൊ അവൾ ആ ഇത് യൂസ് ചെയ്തതിനോട് പോലും എനിക്ക് നല്ല രീതിയിലുള്ള എതിർപ്പുണ്ട്. അതുപോലെ തന്നെ അവളെ കൊണ്ടുപോകുന്ന രീതിയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ ഇങ്ങനെ അല്ലായിരുന്നു കൊണ്ടുപോകേണ്ടത്, പക്ക ക്രിമിനൽ അല്ലേ അവള്. അപ്പൊ അതേ രീതിയിൽ തന്നെ അവളെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും എത്രയും നാൾ മാക്സിമം അവൾക്ക് കിട്ടാൻ പറ്റുന്ന ശിക്ഷയും കിട്ടി അവളെ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതെ അവളുടെ സ്വത്തുവകകളെല്ലാം കണ്ടുകെട്ടി ആ കുടുംബത്തിന്, ദീപകിന്റെ കുടുംബത്തിന് കൊടുക്കുക തന്നെ വേണം. കാരണം അച്ഛനും അമ്മയ്ക്കും ആരും ഇല്ല. ജീവിക്കാനാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ പ്രായമായതുകൊണ്ട് പെൻഷൻ കാണും, ആ പെൻഷൻ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തായാലും അത് തന്നെ ചെയ്യാൻ വേണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ സമൂഹത്തിൽ ഇമാതിരി തന്തയ്ക്കവർക്കാഴിയെ ചെയ്യാൻ ഇറങ്ങുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും ഇന്ന ശിക്ഷകൾ വരുമെന്നും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയാണെന്നുണ്ടെങ്കിൽ ആ വന്നിരിക്കുന്ന ഏരയ്ക്ക് കൊടുക്കും എന്നൊരു ബോധ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴും ഗതാഗത മന്ത്രി പല സ്ഥലത്തും പ്രസംഗിക്കുന്നതിന്റെ അകത്ത് ഈ ബസ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു രീതി പോകുമ്പോഴത്തേക്കും 2 ജെൻഡറിനും 2 ബസ്സായിട്ട് തന്നെ പോട്ടെ. ഇപ്പൊ ഓരോരോ റൂട്ടിൽ ഓടുന്നതാണെന്നുണ്ടെങ്കിലും ബസ് മാറ്റി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നടുക്ക് വെച്ചിട്ട് ഗ്രില്ല് വെച്ചിട്ട് ബാക്കിൽ കൂടെ ആണുങ്ങൾക്കും ഫ്രണ്ടിൽ കൂടെ പെണ്ണുങ്ങളും കയറുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്ത് നിർത്ത്. അപ്പൊ ആ പ്രശ്നം തീരുമല്ലോ. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാമല്ലോ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ തട്ടിയും മുട്ടി. കാരണം ബസ്സാണ്, ബസ്സിന്റെ അകത്ത് തിരക്ക്. നമുക്ക് ഒരു റൂട്ടിൽ ചിലപ്പം ഒരു ബസ് കുറെ നേരം കാത്തുനിന്ന് കയറുമ്പോഴത്തേക്ക് എല്ലാവരും ജാമായി നിന്ന് ഇങ്ങനെ അടുങ്ങി നിന്ന് പോകാനേ പറ്റത്തുള്ളൂ. അത് നമുക്ക് ചിലപ്പം മനഃപൂർവ്വം കാണിക്കുന്ന ഞരമ്പന്മാരും കാണാം, അതല്ലാതെ സ്വാഭാവികമായിട്ടും തിരക്കിന്റെ പുറത്ത് വരുന്ന കാര്യങ്ങളും കാണാം. അപ്പൊ അത് മനസ്സിലാക്കാതെ വീണ്ടും തട്ടിയും മുട്ടിയെന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് 2ആയിട്ട് തിരിച്ചു പോകുന്നതന്നായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇനിയും നമുക്ക് ഓരോ ദീപക്കുമാരെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്തായാലും ഷിംജിതയ്ക്ക് ഇനിയും നല്ല ശിക്ഷ കിട്ടണം, നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കിട്ടി സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിലാകണമെന്ന് തന്നെയാണ് ആഗ്രഹവും പ്രാർത്ഥനയും. അതുപോലെ ഇവളെ ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്നുള്ള സംബോധന ഒഴിവാക്കി നരഭോജിന്നോ ആളെക്കൊല്ലിന്നോ ശവന്തീനിന്നോ ഒക്കെ പറഞ്ഞുള്ള പോസ്റ്റ് ഇടാനായിട്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ മീഡിയാസ് സംബോധന ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.